സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ കറിയാണ്. ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ്. പേരൊന്നുമില്ല, പേരൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. ഇതിന് ആവശ്യമായിട്ടുള്ളത് ചിക്കൻ കറി വെച്ചിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ചതയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ സവോള ഒരു 2 സവോള കൊത്തിയരിഞ്ഞത്, പിന്നെ തക്കാളി കൊത്തിയരിഞ്ഞത്, പിന്നെ പച്ചമുളക് ഒരു 4 എണ്ണം കീറി വെച്ചിരിക്കുന്നത്. പോകാൻ നമുക്കുണ്ടാക്കാം. ഇപ്പോൾ ഇതിലിട്ടിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ നെയ്യാണ്. ഇതിന് നമ്മൾ തീരെ ഓയിൽ ഉപയോഗിക്കുന്നില്ല, ഓയിലില്ലാതെയുള്ളൊരു കറിയാണ്. അത് നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായി വരുമ്പോഴത്തേക്കും ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നിറച്ചിടുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുക. കുറച്ച് ഉപ്പിന് എനിക്ക് കണക്കില്ല, അങ്ങനെ ഒരു കണക്കില്ല, അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കി ഇടുന്നതാണ്. അതിലേക്ക് ഇടുക. എന്നിട്ട് ഒന്ന് കളർ മാറുന്ന വരെ കുറച്ചെടുത്തേക്ക് ഇട്ടിട്ട് ഇറക്കി കൊടുക്കുക. തുറന്ന് നോക്കാം. ചിക്കൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. കളർ മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് വേവുന്ന വരെ മൂടിക്കാം. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടിയായിട്ട് വേണ്ടത് ഒരു 4 ടീസ്പൂണ് മുളക് പൊടി. അത് എരിവധികം വേണ്ടാത്തവർക്കാണെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ തന്നെ ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ 2 കൂടെ മിക്സാണ്. പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണ് ക്യുമിൻ പൗഡർ, ഒരു ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് കുരുമുളക് പൊടി. നമുക്ക് ചിക്കനായി നോക്കാം. ചിക്കനായിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഈ മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സായി വരട്ടെ. ഇതിങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഒത്തിരി ഇളക്കരുത്, ചിക്കൻ പൊടിഞ്ഞു പോകും. നമുക്കിത് മൂടി വെച്ച് കഴിക്കാം. കുറച്ച് നേരം കൂടി നമുക്ക് തുറന്നു നോക്കാം. തക്കാളിയൊക്കെ നല്ലോണം അരുത്ത് കഴിയുമ്പോൾ തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നല്ലോണം ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, കട്ടത്തൈര്, വലിയ പൊടിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. അതിൽ കുറച്ച് 1 ടേബിൾ സ്പൂണ് കസ്തൂരി മേത്തി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ആഡ് ചെയ്യാം. ചിക്കനൊക്കെ റെഡിയായെന്ന് തോന്നുന്നു. നമുക്ക് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതല്ല ഇത്. 3 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക.
ഒത്തിരി ഇളക്കി കഴിഞ്ഞാൽ ചിക്കൻ പൊടിഞ്ഞു പോകും. ഓക്കെ, അവസാനമായിട്ട് കുറച്ച് കസ്തൂരി മെത്തി കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു പേര് ഇതിനു വേണ്ടി സജസ്റ്റ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് വലിയ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.